ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് എറ 2040-കളിലെ ഒരു ഡിസ്റ്റോപ്പിയൻ കേരള. അവിടെ നടക്കുന്നൊരു മോക്യുമെൻ്ററി കൈൻഡ് ഓഫ് പടമാണ് വിത്ത് എ സയന്റിഫിക് ട്വിസ്റ്റ്. അങ്ങനെയാണ് ഇതിൻ്റെ മേക്കേഴ്സ് തന്നെ ഇതിനെ പറയുന്നത്. ആ മോക്യുമെൻ്ററി ഒരു ഏലിയൻ ഹണ്ടർ ആയിട്ടുള്ള ഒരു എക്സ് ആർമി ഏജന്റ് ആയിട്ടുള്ള വിക്ടർ എന്ന് പറയുന്ന ആളിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി ആയിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് മേക്കേഴ്സ് ഇറ്റ്സെൽഫ് പറയുന്നത് ഇറ്റ്സ് എ മോക്യുമെൻ്ററി അബൌട്ട് 3 ഡിസ്റ്റോപ്പിയൻ മോറോൺസ് എന്നാണ്. ഈ ഫിലിമിന്റെ മേക്കർ അരുൺ ചന്തു ആണ്. പുള്ളി തന്നെയാണ് ഇതിന്റെ കോ റൈറ്ററും. ഒരു ബിഗ് അപ്ലോസ് ഫോർ ദ മേക്കിംഗ്. ഗംഭീര പടമാണ്. പിന്നീട് ഇതിൻ്റെ പ്രൊഡ്യൂസർ അജിത് വിനായക. ഇങ്ങനൊരു പടം, ഇങ്ങനൊരു കൺസെപ്റ്റ് മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ. ക്ലാപ്സ്. ഇതിൻ്റെ കാസ്റ്റ് എന്ന് പറയുന്നത് മന്ത്രിയായ KB ഗണേഷ് കുമാർ, കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ്, പിന്നെ നമ്മുടെ മന്ത്രിയല്ലാത്ത അജു വർഗീസും, ഏലിയാമ്മയായി നമ്മുടെ അനാർക്കലി മരക്കാറും, എക്സ് ആർമി ഏജന്റും ഒരു ഏലിയൻ ഹണ്ടറും ഒക്കെ ആയിട്ടുള്ള KB ഗണേഷ് കുമാറിന്റെ വിക്ടർ എന്നുള്ള ക്യാരക്ടറിനെ ഡോക്യുമെന്ററി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന നമ്മുടെ നിസാരം അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് അനന്തരാമൻ ഉണ്ടല്ലോ, പുള്ളിയിലൂടെയാണ് കഥ തുടങ്ങുന്നത്. പുള്ളിയുടെ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കലും ആ ഡോക്യുമെന്ററി തന്നെയാണ് ശരിക്കും ഒരു മോക്യുമെന്ററി കൈൻഡ് ഓഫ് മൂവി ആയിട്ട് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. 80% ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ ഒക്കെ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുന്ന പോലെ ഉള്ളൂ. നമുക്കൊരു സ്ക്രീനിന്റെ പാതിയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അത് ആ ഒരു പൂർണ്ണമായിട്ടും എൻ്റെ ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. 80% ശേഷം അനന്തരാമൻ പറയുന്നത് ഡേ ആസ്പെക്ട് റേഷ്യോ മാറ്റിയോ ഇനി ഫുൾ സിനിമാറ്റിക് എക്സ്പീരിയൻസിൽ വരൂ എന്ന് അനന്തരാമൻ പറയുന്നത് വരെ ഒരു ഡോക്യുമെന്ററിയുടെ ആസ്പെക്ട് റേഷ്യോയിൽ തന്നെയാണ് പടം പോകുന്നത്. എടുത്തു പറയേണ്ടതിൻ്റെ ടെക്നിക്കൽ സൈഡെല്ലാം ശരിക്കും നല്ല രീതിയിൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ സുർജിത്ത്. എടുത്തു പറയേണ്ടതിൻ്റെ മ്യൂസിക് ശങ്കർ ശർമ്മ. പുള്ളിക്കാരൻ ഇതിനകത്ത് 1-2 പാട്ടുകൾ വർക്കായിട്ടുണ്ട്. ഗഗനചാരി എന്നുള്ള ഒരു വൈബ് മ്യൂസിക് നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ട്. ശരിക്കും ഇത് 2040-കളിൽ കാണിക്കുന്നതായതുകൊണ്ട് ഒരു കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മ്യൂസിക്കും പരിപാടികളാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. എനിക്കിതിനകത്ത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ പരിപാടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കളറിങ്, ലൈറ്റിങ് ഒക്കെ എല്ലാം നല്ല രസമുണ്ട്. ശരിക്കും കുറച്ചങ്ങായിട്ട് കുറച്ച് ഓഫ് ആൻഡ് ഓൺ എന്നുള്ള നിലയിലൊക്കെ ഉണ്ട്. ഒരു മലയാള സിനിമയാണ്, ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനൊക്കെ നമുക്കൊരു പരിമിതികളുണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ്. കൂടുതലും ഈ പറഞ്ഞ പോലെ ഒരു ക്ലോസ്ഡ് സർക്കിളിലാണ് കഥ കൂടുതൽ നടക്കുന്നത്. ഒരു ബങ്കറിനകത്താണ് ഇതിൻ്റെ അകത്ത് ഒരു 80% കഥയും നടക്കുന്നത്. നമുക്ക് പുറം ലോകം കാണിക്കുമ്പോഴത്തേക്ക് പുറത്തുള്ള സംഗതികൾ കാണിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ പരിമിതികൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും അത് ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് മലയാള സിനിമയിൽ ഈ ഒരു സ്റ്റാർ കാസ്റ്റിൻ്റെ ഒരു പരിപാടിയിൽ പിടിച്ചുകൊണ്ട് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജോണറിന് ശരിക്കും നീതി പുലർത്തക്ക രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഇതൊരു ഹ്യൂമർ ഓറിയന്റലായിട്ട് സറ്റയറാണ്, കോമഡിയാണ്, നമുക്കറിയാം. പക്ഷേ ഇതിനകത്ത് നമ്മുടെ ഇപ്പോഴത്തെ രീതികൾ തുടർന്ന് പോയാൽ 2040-ൽ നമ്മൾ ഇങ്ങനെ ആകും എന്നുള്ളൊരു സറ്റയറിക്കൽ രീതിയിലാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. പക്ഷേ അത് നന്നായിട്ട് വർക്കാവുന്നുണ്ട്. കോമഡികളെല്ലാം വർക്കാവുന്നുണ്ട്. എല്ലാം സിറ്റുവേഷണൽ കോമഡികളാണ്. ഗംഭീര ഡയലോഗ്സ് ആണ്. നല്ല രസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. ഇതൊരു ഡിസ്റ്റോപ്പിയൻ കേരളയിൽ നടക്കുന്ന ഒരു സൈഫൈ ബേസ്ഡ് മൂവിയാണ് എങ്കിൽ പോലും ഇതിനുള്ളിൽ ഒരു ഇന്റർ ഗാലക്റ്റിക് റൊമാൻസ് വരുന്നുണ്ട്. ടുവേർഡ്സ് ദ ക്ലൈമാക്സ് കുറച്ച് ആക്ഷൻ പരിപാടികൾ പിടിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു എന്റർടൈനറാണ് മൂവി. മലയാളത്തിൽ ഒട്ടുമിക്ക പടങ്ങളിലെ റെഫറൻസുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്പൂഫ് കണക്കുള്ള കുറേ സീനുകൾ ഒക്കെ ഇതിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ കോമഡി വർക്കായിട്ടുമുണ്ട്. ഇതിനകത്ത് മെയിൻ കോമേഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അജു വർഗീസിനെ പറയാമെങ്കിലും അജു വർഗീസിനെക്കാട്ടിയും നല്ല ഗംഭീര മീറ്ററിൽ കോമഡി വർക്ക് ചെയ്തേക്കുന്നത് ഗോകുൽ സുരേഷും ഗണേഷ് കുമാറുമാണ്. അവർ രണ്ടുപേരും അജു വർഗീസിനോളം അല്ലെങ്കിൽ അജു വർഗീസിനേക്കാൾ കിടിലമായ കോമഡി വർക്കൗട്ട് ആയി എന്നുള്ളത് പടത്തിൻ്റെ ഒരു വലിയ പ്ലസ് ആണ്. അപ്പോൾ അനാർക്കലിയുടെ ഏലിയൻ ക്യാരക്ടർ വന്ന് ഇവരോടൊപ്പം ബംഗറിൽ ജോയിൻ ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട തമാശകളാണ് മെയിൻലി ഉണ്ടാവുന്നത്. ഒരു കോമഡി പിടിച്ചിട്ടുള്ള ഒരു ഏലിയൻ ഇൻവേഷൻ ആണ് എങ്കിൽ പോലും ഇതിനകത്തൊരു ബേസിക് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ തിരക്കഥയിൽ ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഇല്ല എന്നുള്ളതാണ്. നമുക്കൊരു സിനിമയെ നമുക്കിപ്പോൾ എത്ര കോമഡി പടമാണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് കൊടുക്കുന്ന ഒരു കോൺഫ്ലിക്റ്റിന്റെ വലിപ്പം അനുസരിച്ചാണ് നമുക്ക് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത്ര ചെറിയ സംഭവമായിരുന്നോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും സുഖിക്കില്ല. ആ ഒരു പോയിന്റിൽ ഇച്ചിരി ഫ്ലാറ്റ് ആയി പോയി എന്നുള്ളത് ഒഴിച്ച് പടം ഫുൾ എൻഗേജിങ് ആണ്, എന്റർടൈനിങ് ആണ്. നല്ല രീതിയിൽ തന്നെയാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും സറ്റയർ പരിപാടിയൊക്കെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സവർണ ഹിന്ദുത്വ വലതുപക്ഷ രാഷ്ട്രീയത്തെ മോക്ക് ചെയ്യുന്ന പരിപാടികളുണ്ട്. അജയസേന എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പോലീസും ജനങ്ങളും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അജയസേന എന്ന് പറയുന്ന ഒരു സേനയാണ് ശരിക്കും പറഞ്ഞ ഏലിയൻ ഹണ്ടിങ് പരിപാടികളുമായിട്ട് ജനങ്ങളെ രക്ഷിക്കാനെന്നുള്ള വ്യാജേന നടക്കുന്നത്. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. കേരളം ഏകദേശം 2 മീറ്റർ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു അവസരത്തിൽ അങ്ങിങ്ങായി കാണുന്ന ഐലൻഡുകളിൽ ജീവിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടാക്കുന്ന ബങ്കറുകളിൽ ജീവിക്കുന്നു. മഴ വരുമ്പോഴത്തേക്ക് വീണ്ടും വെള്ളം പൊങ്ങുന്നു. അങ്ങനത്തെ ഒരു കേരളത്തെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ശരിക്കും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഏറ്റവും വലിയ പ്രോബ്ലം ഇതിന് തിയേറ്റേഴ്സ് കുറവാണെന്നുള്ളതാണ്. ഡിസ്ട്രിബ്യൂഷൻ ആരെടുത്ത് എന്തെടുത്തു എന്ന് എനിക്കറിയില്ല. മെയിൻ സ്ക്രീനുകളിലൊന്നും ഈ പടം ഓടുന്നില്ല. അപ്പം ഞങ്ങളുടെ ഏരിയയിൽ തന്നെ വളരെ കുറച്ച് തിയേറ്റേഴ്സും വളരെ കുറച്ച് സ്ക്രീനുകളിൽ മാത്രമേ ഈ പടം ഓടുന്നുള്ളൂ എന്നുള്ളൊരു വലിയ പോരായ്മയാണ്. ശരിക്കും ഇത് കുറച്ചുകൂടെ ആളുകൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ തിയേറ്റേഴ്സ് ഇതിന് കിട്ടുന്നതിന് വേണ്ടി ഹെൽപ്പ് ആവും. കാരണം നെക്സ്റ്റ് വീക്ക് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഏറ്റവും വലിയ സിനിമ കൽക്കി റിലീസ് ആവുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ ഓൾറെഡി ഇറങ്ങിയ പടങ്ങൾ നന്നായിട്ട് റൺ ചെയ്യുന്നത് കൊണ്ട് സ്ക്രീൻസ് വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള പടങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ
കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം. നാളെ ഒരാൾ ഇതുപോലൊരു കഥയായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇതുപോലുള്ള സിനിമകളെ സപ്പോർട്ട് ചെയ്യണം. ഉറപ്പായിട്ടും ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് പോയി ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവി തന്നെയാണ്. ഭയങ്കര വലിയ സയൻസ് ഫിക്ഷൻ എന്നുള്ള വലിയ പരിപാടികളൊന്നും ഇതിനകത്ത് പിടിക്കുന്നില്ല. നമുക്ക് ബേസിക്കലി മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല കോമഡി വർക്കൗട്ട് ആവുന്ന നല്ലൊരു എൻ്റർടൈനർ മൂവിയാണ്. ഒരുപാട് ലേയേഴ്സിൽ നല്ല രീതിയിൽ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. നിങ്ങളും കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ബൈ.